അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കുറച്ച് മെഷർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇത് തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു ഓർഡറാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഏകദേശം സംഭവങ്ങൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു പറയാനായിട്ട് ഇൻറ്റീരിയറൊക്കെ നമ്മൾ ഒരുമാതിരിയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു JBLൻ്റെ വിട്ടൊക്കെ പണിഞ്ഞെടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി ചെയ്തതാണ്. ഇപ്പോൾ ഈ വണ്ടിയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 24 വരും. ഏകദേശം 24 ഉണ്ട്. അതേപോലെ വീൽ ബേസ് എന്ന് പറയുന്നത് ഏകദേശം 13.5 വരും. പിന്നെ അതേപോലെ ഫ്രണ്ട് ഓവർ ഹാങ് എന്ന് പറയുന്നത് 4, റെയർ ഓവർ ഹാങ് എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കി 6.5 വരും. 6.5 വരും. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 11 ആണ്. 11 എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു എഡ്ജിലാണ് നമുക്ക് 11 വരുന്നത്. ബാക്കി ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവായിരിക്കും. 10.5 ഇല്ല, 10.7 ആ ഒരു റേഞ്ചിലൊക്കെ വരും. പിന്നെ അതേപോലെ ടോപ്പിൽ വരുമ്പോഴത്തേക്കിന് പറയണമെങ്കിൽ ബാക്കിൽ നോക്കണം ഗൈസ്, 10 സംതിങ് ഒക്കെ വരും. അവിടെ അതുപോലെ ഇല്ല, അവിടെ 9.9 വരുന്നുള്ളൂ. അവിടെ വരുന്നത് 9.9 പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഓരോ ഇത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് വീൽ ബേസ് അല്ല, വീൽ ആർച്ചിൻ്റെ ലെങ്ത് നോക്കാം. വീൽ ആർച്ചിൻ്റെ ലെങ്ത് വരുന്നത് ഏകദേശം എന്താണല്ലോ 4.8, 4.9 ഒക്കെയാണ് വരുന്നത്. അതേപോലെ അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോറ് വരുന്നത് 3.8. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ ലെങ്ത് കൂടെ കാണിച്ചു തരാം. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. ഇവിടെ വരുന്നത് ഏകദേശം 8.8. അത് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ 4.9, 8 വരും. ബാക്കിലെ വീലർച്ചും. പിന്നെ അതേപോലെ ഇവിടെ വരുന്തോറും ഏകദേശം 4.4 നിൽക്കും, 4.2, 3. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ ഫോം ഷീറ്റാണ്. ഫോം ഷീറ്റ് കട്ടി കുറച്ച് ഒട്ടിച്ചേക്കുന്നതാണ് ബമ്പറായിട്ട്. അപ്പോൾ ഇത് കട്ടി കുറഞ്ഞ് ഒട്ടിക്കുമ്പം പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഒരു ബൾജിങ് വരും. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക. പിന്നെ വണ്ടിയുടെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 12 നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പം. നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട പീസ് എന്ന് വെച്ചാൽ 12. അത് കഴിഞ്ഞിട്ട് 3mm ഒരു ലെയറും കൂടെ വരും, 3 ലെയർ വരും. മൂന്നാമത്തെ ലെയറാണ് നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക്കൽ പാർട്ടെല്ലാം കഴിഞ്ഞിട്ട് മണ്ടേ ക്ലോസ് ചെയ്തിട്ട് പിന്നെ കർവ് ചെയ്ത് വരുന്നത് മൂന്നാമത്തെ പാർട്ടാണ്. പിന്നെ അതേപോലെ വിൻഡോകൾ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഏകദേശം 23.5 വരും. 23.5 നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതേപോലെ ടോപ്പിലെ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 22.2, 22.1, 22.2 ഒക്കെ വരും. അതേപോലെ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു കർവുണ്ട്. അപ്പം ഇവിടെ വരുന്നത് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈറ്റാണ് ഏറ്റവും ലോയിൽ നിൽക്കേണ്ട ഹൈറ്റ്. ഇവിടെയാണ് ഇതിൻ്റെ മാക്സിമം ഗ്രൗണ്ട് ക്ലിയറൻസ് ഇവിടെ കുറവാണ്, ഇവിടെ കൂടുതലാണ്. അതായത് ഇവിടെ വരുമ്പോൾ കൂടുതലാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇതിലും പൊക്കത്തിലാണ് ഇത് എൻഡ് ചെയ്യുന്നത്. വീലർച്ച് വന്ന് എൻഡ് ചെയ്യുന്നത് ഇതിലും പൊക്കത്തിലാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. എന്നിട്ട് അപ്പോൾ ഇവിടുന്ന് ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത്, ടോട്ടലല്ല, നമ്മുടെ വിൻഡോൻ്റെ ഹൈറ്റ് വരെ പറഞ്ഞത് 6.5. അതേപോലെ ഇവിടെ വരുമ്പോൾ അത് ഏകദേശം 7-അടുത്തായിട്ടൊക്കെ വരും, 6.97 വരും. പിന്നെ അതേപോലെ ബീഡിങ് വരുന്നത് വെച്ചാൽ 4. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയാനുള്ളത്, പിന്നെ വിൻഡോൻ്റെ ഹൈറ്റുകൾ ഇത് കാണാൻ പറ്റുമല്ലോ, 3.5 എടുക്കുക, 3.4, 3.5. അത് കഴിഞ്ഞിട്ട് പിന്നെ 4.5 മുകളിൽ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള കണ്ടിട്ട് പിന്നെ അടുത്ത വിൻഡോയിൻ്റെ ലെങ്തുകൾ ഏകദേശം 5.9 അറിയാമല്ലോ. ഞാൻ ഇങ്ങനെ വെച്ച് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ മാർക്ക് ചെയ്തെടുക്കാമല്ലോ. ഇതിനകത്ത് കാണിക്കുന്ന പോലെ കാണുമ്പോൾ മനസ്സിലാവില്ല ഗൈസ്.
ഇത് നോക്കിയിട്ട് മാർക്ക് ചെയ്തെടുക്കുക. എനിക്കിനി പറയാൻ വയ്യ, കൃത്യം പറഞ്ഞെടുക്കാൻ ഒരു മടി. പിന്നെ അതേപോലെ റയർ സൈഡിലേക്ക് വരുമ്പം പിന്നെ പറയാനുള്ളത് വീലിൻ്റെ സംഭവം വരുന്നത് ഇത് ഏകദേശം ടോട്ടൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം ടോട്ടൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം 4.2 വരും. അപ്പം നമ്മളിവിടെ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.1 എടുക്കേണ്ടത്. പക്ഷേ നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഔട്ടറിൽ കവർ ചെയ്യുന്ന ഈ ഫോം ഷീറ്റ് 3mm ആണ്. അപ്പോൾ 3mm ലെയർ നമ്മൾ അതിൽ നിന്ന് കുറച്ചിട്ട് വേണം പിന്നെയും നമുക്ക് എടുക്കാൻ. അപ്പോൾ ഏകദേശം നമ്മൾ കട്ട് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.8 അല്ല 1.8 അപ്പം പിന്നെ ഫോക്കസ് ഔട്ട് 1.8 വേണം നമുക്ക് നമ്മൾ ഈ റേഡിയസ് എടുക്കാൻ. നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട ഫോം ഷീറ്റിൻ്റെ റേഡിയസ് എടുക്കാൻ. അതിനുള്ളിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1.2 1.1 വരും. അത്ര എടുത്താൽ മതി അകത്തെ റേഡിയസ്, ഇന്നർ റേഡിയസ്. പിന്നെ 3mm ലെയറും കൂടെ ഒട്ടിക്കുമ്പം കറക്റ്റ് സെറ്റാവും, ഓക്കെ ആവും ഗൈസ്. അപ്പോൾ അതാണ് അങ്ങനത്തെ കാര്യങ്ങൾ. അടുത്തതായിട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 11 അതേപോലെ താഴേക്ക് വരുന്നേരം അതൊരു 10.5 ആവുന്നുണ്ട്. 10.5 നിൽക്കും. പിന്നെ അതേപോലെ ഈ ഒരു ഭാഗത്തെ ഒരു മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിലില്ല. മെഷർമെൻറ്റ്സ് എടുക്കാനല്ല, അങ്ങനെ എടുത്ത് വരച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല ഗൈസ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റുമോ നോക്കാം. ഒരു എക്സലിൻ്റെ കറക്റ്റ് ഫ്രണ്ട് നിങ്ങൾ എടുക്കുക എവിടെയെങ്കിലും. ഇപ്പോൾ ഓൺലൈനിൽ നോക്കി ഗൂഗിളിൽ നോക്കിയാലും എടുത്തിട്ട് അത് ഫോണിൽ വെച്ച് വരച്ചെടുക്കുന്നതായിരിക്കും നൈസ്. ഞാൻ ഈ പറയുന്ന ഐഡിയ പോലെ ടേപ്പ് ഒട്ടിച്ചിട്ട് വരച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ഈ ലെങ്ത് എടുക്കേണ്ട ആവശ്യമില്ല, ഈ ചെറിയ ലെങ്ത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പം ഞാനിതിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ പറയുന്നില്ല, പറയണോ എന്തായാലും പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ചെറിയൊരു പൊങ്കാല ഇട്ടാൽ ഗൈസ്. ഇവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കാണിക്കാം ഗൈസ്. ഏകദേശം ഇവിടെ വരെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കാണാമല്ലോ 2.8. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇത്രയും ഗ്യാപ്പ് വിടണം, ഏകദേശം 0.9 0.8 ഇട്ടിട്ട് പിന്നെ അതേപോലെ 3.1 എടുക്കണം. പിന്നെ അതേപോലെ ആ ഒരു 0.8 ഇട്ടിട്ട് 0.9 കട്ട് ചെയ്തിട്ട് പിന്നെ അതേപോലെ പറഞ്ഞ 2.8 എടുക്കണം. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റാണ്. അപ്പോൾ ഏകദേശം ഇവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 0.9 അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 0.5. ടോട്ടൽ എന്ന് പറയുമ്പോൾ 0.9 വരും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2mm വിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നത് വെച്ചാൽ നമ്മുടെ ഹെഡ്ലൈറ്റ് ഏകദേശം 1.1 വരും. അത് കഴിഞ്ഞിട്ടൊരു 3mm 4mm 3mm വിട്ട് കഴിഞ്ഞിട്ട് ഒരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 1.5 വരുമ്പോഴത്തേക്ക് അടുത്തൊരു കട്ടിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വരുമ്പോൾ 0.9 വെച്ചൊരു കട്ടിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 0.4 വെച്ചിട്ട് നമ്മുടെ എൻഡ് ആവുന്നതാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഗ്ലാസ് ബീഡിങ് തുടങ്ങുന്നത്. പിന്നെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് കവറിൻ്റെ ഏകദേശം 5.96 വരും. പിന്നെ അതേപോലെ ഇവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 0.6 വരും ഇതിൻ്റെ ഹൈറ്റ്. അത് കഴിഞ്ഞിട്ട് 0.65 ഇത്രയൊക്കെ എടുത്താൽ മതി. പിന്നെ ഇത് 1.1 അങ്ങനെ എടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ അത് അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇനിയും പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സ് വേണമെന്നില്ല, ഇത്രയും മതി. ഇത്രയും വെച്ചോണം ചെയ്യാൻ. പിന്നെ വേണമെങ്കിൽ ഇത് പറഞ്ഞേക്കാം. ഇത്രയും വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 9.2 ഫോക്കസ് 9.2. പിന്നെ ടോപ്പിലെ ഹൈറ്റ് ഞാൻ പറഞ്ഞിരുന്നു ഗൈസ്, 9.9 വരുന്നത്. അതേപോലെ വേണമെങ്കിൽ ഇവിടുത്തെ കൂടെ പറയാം. ഗ്ലാസ് വെക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇത്രയും വരും. ഏകദേശം അത് 5.32 അത്രയൊക്കെ വരത്തുള്ളൂ. പിന്നെ ഇത് ഇനിയും ആ സെറ്റപ്പേ ഉണ്ട്. ആ ഒരു ആ ഒരു ഇത് വെക്കാനുള്ള, ഗ്ലാസ് വെക്കാനുള്ള ആ ഒരു ഹോൾഡ് ചെയ്ത് നിൽക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്യാനുണ്ട്. അതുപോലെ ഇപ്പുറ സൈഡിലേക്ക് വരുവാണെങ്കിൽ വീണ്ടും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ലെയർ ഉണ്ടല്ലോ, ആ ഒരു ലെയറിൻ്റെ അവിടെ നിന്ന് ഏകദേശം 2 cm നമുക്ക് ഇത് വരുന്നത് ഡ്രൈവർ ഡോർ. അത് കഴിഞ്ഞിട്ട് ഡ്രൈവർ ഡോർ 4.5 വരുന്നത്. അതേപോലെ ഇവിടെ വരുന്ന ഒരു ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ്സോ ഒരു ചെറിയ ഗ്ലാസ്സിന്
ട്രയാങ്കിൾ വിട്ടിരിക്കുന്നത്. ഈ 1.5 ആണ് ഇവിടുത്തെ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മറ്റേ 4.5, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ കാണിക്കാം. നോട്ട് ചെയ്തെടുത്തോ, പറയാൻ വയ്യ ഇനി. കൊണ്ട് ഈ ഒരു അളവിൽ വേണം എടുക്കാനപ്പം നിങ്ങളിത് നോക്കി സെറ്റ് ചെയ്തു. ഇനി പറയാൻ വയ്യ. പിന്നെ അപ്പുറം പറഞ്ഞ പോലെ ഹൈറ്റൊക്കെയാണ് ഇതിനും വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. JBL കാണണമെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്യട്ടെ ഗൈസ്. തമിഴ്നാട് വണ്ടി ആയതുകൊണ്ട് നമുക്ക് JBL ഒക്കെ ഇരിച്ചിട്ടുണ്ട്. JBL കാണത്തൊന്നുമില്ല. ഫോക്കസ് കണ്ടോ, JBL ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഇരിപ്പുണ്ട് ഗൈസ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വരുന്ന ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 11 അപ്പം നമ്മൾ ഉള്ളിലെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ 3mm ലെയർ യൂസ് ചെയ്യുന്നത് ഫോം ഷീറ്റ്. അപ്പം നമ്മൾ 2 സൈഡും 3mm വെച്ച് അത് കുറയ്ക്കണം. 3mm വെച്ചാൽ 3mm ഇല്ല ഈ ഷീറ്റ്. ഇതൊരു 2.5 ഒക്കെ എടുത്തുള്ളൂ. അല്ല 0.25 mm ആണ് ഇത് വരുന്നത്. 3mm വരുന്നില്ല. അപ്പം 0.25 mm വെച്ചിട്ട് കുറയ്ക്കുമ്പം ഏകദേശം 0.5 mm കട്ട് ചെയ്തിട്ട് വേണം നമ്മളിത് വരയ്ക്കാൻ. അപ്പോൾ ഒരു ഏകദേശം 10.5 വരും. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഈ ഒരു വിഡ്ത്ത് എടുക്കാൻ 10.5 വേണം എടുക്കാൻ. പിന്നെ അതുപോലെ സീറ്റിൻ്റെ കാര്യമൊക്കെ പറയണം. ഇനി സീറ്റൊക്കെ ഞാൻ ഏകദേശം എടുത്ത്, ഇതൊന്നും കൃത്യമുള്ളതൊന്നുമല്ല ഗൈസ്. സീറ്റ് പറയുമ്പം 3.2 ഒക്കെ വരും. 3.2 അല്ല, 3 സെൻറ്റിമീറ്റർ പിടിച്ചെടുത്താൽ മതിയാവും. 3 സെൻറ്റിമീറ്റർ എടുത്തതൊക്കെ ഉള്ളിലേക്ക് നിങ്ങൾ ഏകദേശം ചെയ്താൽ മതി. അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. എനിക്കത്രയേ ഉള്ളൂ പറയാൻ. അതൊക്കെ അളവെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ചെയ്ത് പിടിക്കണം ഗൈസ്. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇതുണ്ട്, ഇത് എക്സ്ട്രാ പീസ് ഇടുന്നതാണ്. ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഈ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്, ലെങ്ത് അല്ല ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1.4 ഒക്കെയാണ് വരുന്നത്. പിന്നെ അതേപോലെ നമ്മളിവിടുത്തെ ഇതെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 1.8 അത്രയൊക്കെ വരും. ഒരു ബ്രേക്ക് ലൈറ്റിൻ്റെ ഇതേപോലെ അതിൻ്റെ ഹൈറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ജസ്റ്റ് ഒരു അളവിലങ്ങ് എടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഇവിടുത്തെ ഒരു ഇവിടെ അതുപോലെ തന്നെ 11 വരും. അതേപോലെ താഴെ വരുമ്പോഴത്തേക്ക് അത് കുറയും, 10.5 ഏകദേശം അത്രയൊക്കെ വരും. പിന്നെ അതേപോലെ ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 9.5 ആണ് വരുന്നത്. അതേപോലെ അതിൻ്റെ മുന്നോട്ട് വരാൻ നേരം ഏകദേശം 7.7 ഒക്കെ വരും. പിന്നെ ഇവിടെ കൊണ്ട് ഈ ഫ്രെയിം കട്ട് ചെയ്ത് ഉള്ളിലോട്ട് പ്രസ് ചെയ്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത്രയും ഫ്രെയിമാണ് ഗ്ലാസ് വരുന്നത്. പിന്നെ ഇത്രയും ബ്ലാക്ക് അടിച്ച് ഇങ്ങനെ വരും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഗൈസ് ടോപ്പിൽ അതുപോലെ തന്നെയാണ് 9.9 ആണ് ഹൈറ്റ് വരുന്നത്. പിന്നെ അതേപോലെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റ് ടോപ്പിൽ അല്ല, ഈ ബാക്കിലെ ഫുൾ ഹൈറ്റ് എന്ന് വെച്ചാൽ വ്യത്യാസമുണ്ട്. ഫ്രണ്ടിലെ അപേക്ഷിച്ച് ഹൈറ്റ് കൂടുതലാണ്. ഏകദേശം 12 മേളിൽ വരും. ഈ ഒരു ലെയർ കൂടെ വരുമ്പോഴത്തേക്കും 12.5 ഒക്കെ വരും. ബാക്കിലോട്ട് വരുന്നേരം ഹൈറ്റ് കുറച്ച് കൂടുന്നുണ്ട് ഈ വണ്ടിയുടെ. കാരണം ഫ്രണ്ടിലെ അപേക്ഷിച്ച് ബാക്കിൽ വരുമ്പോൾ ഹൈറ്റ് കൂടുന്നുണ്ട്. കാരണം ഈ ഒരു എക്സ്ട്രാ താഴോട്ടൊരു പീസ് വരുന്ന കാരണം ബമ്പറിൻ്റെ ആ ഒരു ഹൈറ്റൂടെ കൂടുന്നുണ്ട്. പിന്നെ ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കാം. ഇതൊരു 3.3 എടുക്കുക, അതിന് മുന്നോട്ടൊരു 2 എടുക്കുക, അത്രേ ഉള്ളൂ. 3.3 2 ഇത് ഞാൻ പറഞ്ഞില്ലേ, 3.3 അത്രയും കണ്ട്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഞാൻ വരുന്നത്. JBL വേണമെങ്കിൽ ഒന്നുകൂടെ കാണിക്കാം. കണ്ടോ JBL. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയ. അതിൻ്റെ പ്രത്യേകത ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി ചെയ്ത് കേട്ടോ, പ്രത്യേകിച്ചില്ല. വണ്ടി ചെയ്യുമ്പോൾ എന്ത് വീൽ അടച്ചിൻ്റെ ഹൈറ്റ് പറഞ്ഞില്ല ഗൈസ്, വ്യത്യാസമുണ്ട്. ഞാൻ ഇവിടുന്ന് അടിയിൽ നിന്ന് എടുക്കണം. അടിയിൽ നിന്ന് എടുക്കണ്ട, ഇവിടുന്ന് എടുത്ത് കാണിക്കാം. ഏകദേശം 2.2 ഒക്കെ വരും. ഓക്കെ, ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് അതൊരു 3 അടിപ്പിച്ചൊക്കെ വരും. വ്യത്യാസമുണ്ട്. ഇവിടത്തിനേക്കാളും ഹൈറ്റ് കൂടുതലാണ് ഇവിടുന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി അതിലും തെറ്റുണ്ടാകാം. അപ്പം നിങ്ങളൊന്ന് നോക്കി കണ്ടൊക്കെ എടുക്കുക. പ്ലാറ്റ്ഫോമിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഹൈറ്റല്ല എടുക്കേണ്ടത്. ഇതൊരു 4 ആണ് വരുന്നത്. ഈ 4 എന്ന ഹൈറ്റാണല്ല നമ്മൾ എടുക്കേണ്ടത്, അതിലും കുറച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഒരു 3.5 ഒക്കെ വരും. 3.5 ആണ് പ്ലാറ്റ്ഫോമിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വേണം എടുക്കാൻ, അതിൽ കൂടുതൽ എടുക്കരുത്. കാരണം അത്ര എടുത്താൽ നമുക്ക് ആ ഒരു എന്താ പറയുക, ഉള്ളിലെ ആ ഒരു കാണാൻ പറ്റുമോ ഗൈസ്? കണ്ടോ ആ ബാക്കി വരുന്ന ആ ഒരു ആ ഒരു ഇത് കണ്ടോ പോർഷൻ, ആ ഒരു വീലിൻ്റെ ആ ഒരു ടോപ്പിൽ വരുന്നത്
വീലിൻ്റെ കവറിങ് ആയിട്ട് വരുന്ന പ്ലാറ്റ്ഫോം, ആ ഒരു പ്ലാറ്റ്ഫോമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനൊക്കെ അത് വേണം. അപ്പോൾ ഗൈസ് ഇതൊക്കെ സിൽവർ പെയിൻ്റ് അടിച്ചിട്ടേക്കാണ്. അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇന്നത്തെ ഗ്യാരേജിലെ വിശേഷം. ഗ്യാരേജിലില്ല, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഒരു ഇന്നലെ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഇന്നലെ എടുക്കാൻ പറ്റിയില്ല, വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഇന്നെടുത്ത് ഇട്ടിരിക്കുകയാണ്. അപ്പം ഗൈസ് പിന്നെ ഫോട്ടോ നോക്കിയാണ് നിങ്ങളെല്ലാം നിരീക്ഷിക്കാൻ. ഈ അളവ് വെച്ച് മാത്രം പണിയരുത്, ഫോട്ടോ നോക്കി പണിയുക. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു.